ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി. അപ്പം നമ്മുടെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് എ സി റൂം നമുക്ക് എടുക്കാൻ പറ്റും. എ സി റൂമല്ല, നമുക്ക് വെയിറ്റിംഗ് റൂമിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ നമ്മളിവിടെ വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് രാവിലെ 4 മണിക്കാണ് വണ്ടി ഉള്ളത്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഇവിടെ നിന്ന് പോവാം. ബൈ. ഇപ്പോൾ സമയം 4:15 4:15 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോവാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ എവിടെയാണ് എന്താണ് ഏതാണെന്നൊന്നും ഇതുവരെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ KSRTC ട്രിപ്പ് പോവുകയാണ്. സ്ഥലം എവിടെയാണെന്നുള്ളത് സസ്പെൻസ് ആണ്. നമ്മളിപ്പോൾ 4 മണിക്ക് വെയിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് KSRTC സ്റ്റാൻഡിലോട്ടാണ്. KSRTC സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ്സിലായിരിക്കും നമ്മൾ പോണത്. ബസ് എടുക്കുന്നത് 5 മണിക്കാണെങ്കിൽ നമ്മൾ 4:30 നമ്മളവിടെ 4:30 4:45 നമ്മളവിടെ ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. സോ നമുക്ക് രാവിലെ ആ സമയത്ത് ബസ്സില്ല. അതുകൊണ്ട് നമ്മൾ തലേന്നേ വന്നു നിന്നു. നമ്മളിപ്പോൾ അതാ ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളിതാ ട്രിപ്പിന് പോകണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാവും, ഏതാവും എന്നൊന്നും ഒരു പിടുത്തമില്ല. എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ഉല്ലാസയാത്രകളെ വണ്ടി വന്നു. ഇതാണ് നമ്മുടെ വണ്ടി. അങ്ങനെ ഞങ്ങളുടെ ജേർണി തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും നല്ല ചില്ലാണ്, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ രാജേഷേട്ടൻ്റെ ഇൻട്രൊഡക്ഷനോടെ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ പോയാലോ? അങ്ങനെ നിങ്ങളിപ്പം കോതമംഗലം എത്തിയപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. എന്നാലും നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നതിൽ ഇൻക്ലൂഡ് അല്ല, ഇത് സെപ്പറേറ്റ് ആണ്, നമ്മൾ തന്നെ പേ ചെയ്തേണ്ടതാണ്. അപ്പം നമ്മൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി കഴിക്കാം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം അനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുക, കഴിക്കുക, നമ്മൾ പേ ചെയ്യുക. അതാണ് ഇവിടുത്തെ ഇപ്പോൾ ഉള്ള സിസ്റ്റം. ഇതിൽ നമ്മൾ എടുത്തേക്കുന്ന പാക്കേജിൽ ഫുഡില്ല. നമ്മുടെ യാത്രയിലുള്ള ആൾക്കാരെല്ലാം വളരെ ചില്ലാണ്. പക്ഷേ അവർ നമുക്കെല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരു 40 എബോ അല്ലെങ്കിൽ 35 ആ ഒരു ഏജ് റേഞ്ചിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും എല്ലാവരും വൈബാണ്, ചില്ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ആവുന്നില്ല. അവർ പഴയ കാലത്തേക്ക് പോയി അടിച്ചു പൊളിച്ച് ഒരു ബോറൻ ഫീലൊന്നും ഇല്ല. പക്ഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ സ്വർണ്ണ ഇഡലിയാണെന്ന് തോന്നുന്നു തന്നത്. 3 കുഞ്ഞിടലിക്ക് നമ്മൾ 65 രൂപ പേ ചെയ്ത്. അങ്ങനെ നമ്മൾ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ബസ്സിലേക്ക് കയറാനാണ്. അവിടെയും നമുക്കൊരു ഇഷ്യൂ. ബസ്സിൽ സീറ്റും കാര്യങ്ങളൊന്നും പ്രോപ്പറല്ല. നമുക്ക് സീറ്റ് കിട്ടിയതൊക്കെ ഇളകി പറഞ്ഞു പോയി. സോ അതിന് കയർ വെച്ച് കെട്ടിത്തരാമെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കയറൊക്കെ വെച്ച് കെട്ടിത്തരുമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് അല്ല. പിന്നെ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ വന്നപ്പോൾ ഞങ്ങൾ ബാക്കിലേക്ക് വന്നു. അപ്പോൾ അവിടെ സീറ്റ് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗിയർ ലൂസോ, നമ്മൾ ചാരുമ്പോൾ പതിയെ തന്നെ ഓട്ടോമാറ്റിക്കലി താഴേക്ക് പോകണം. എന്തായാലും കെട്ടി ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. സ്വർണ്ണ ഇഡലിയും ദോശയും. ഒരു മലയാളിയായി എനിക്ക് സഹിക്കുന്നില്ല ഗൈസ്, സഹിക്കുന്നില്ല. നമ്മളിപ്പോൾ തന്നെ നേര്യമംഗലം വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായിട്ട് തന്നെ സീനറിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ക്ലൈമറ്റൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ചീരപ്പാറ വെള്ളച്ചാട്ടം കാണാം. അയ്യോ, വെള്ളച്ചാട്ടം സങ്കടമായിപ്പോയില്ല ദൈവമേ. ഇതായിപ്പോയി ഗൈസ് വെള്ളച്ചാട്ടം. നമ്മൾ ചതിക്കപ്പെട്ടു. മഴക്കാലത്ത് സൂപ്പറായിരിക്കും, പക്ഷെ ഇപ്പോൾ കോമഡി ആയിപ്പോയി. നോക്കൂ, കോമഡി വെള്ളച്ചാട്ടം. ഇതിന് വെള്ളം നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് വെള്ളം, ചാടി വരുന്നു വെള്ളച്ചാട്ടം. മഴ സമയത്ത് നമ്മുടെ ചീരപ്പാറ വെള്ളച്ചാട്ടം കാണാൻ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. ഇവിടെയും കുറേ ഷോപ്സൊക്കെ ഉണ്ട്, കടകൾ, സാധനങ്ങൾ. ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതേ ഓടിപ്പോയി വണ്ടിക്കകത്ത് കയറാൻ പോണു. ഇതാണ് ഞങ്ങളുടെ ബസ്, ഉല്ലാസയാത്ര ബസ്.
ഓരോരുത്തരും പരിചയപ്പെടാനൊക്കെ തുടങ്ങി. നമ്മുടെ ആദ്യത്തെ പരിചയപ്പെടലാണ്. ഇങ്ങനെ എനിക്ക് ഒരു ടേൺ വരും. ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഇവിടെ നോക്കി വെള്ളമില്ലാത്ത ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട. അവിടെ ഒരു ചെറിയ ഒരു വെള്ളം. അതെ, വെള്ളം കുറവായതുകൊണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടൂറിസ്റ്റിനെ കാണാം. ആക്ച്വലി വളരെ നല്ല ഒരു ഫീലാണ് കേട്ടോ. ഫ്രം ദ ബിഗിനിങ് ഇതുവരെ നിലവിൽ നല്ലൊരു ഫീലിംഗ് ആണ്. നല്ല ക്ലൈമറ്റാണ്, തണുപ്പുണ്ട്. ഞങ്ങളൊരു പാലം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പ്ലാനാ. ഹലോ, ഞങ്ങളുടെ പ്രിൻസിപ്പൽ എന്ന് ഞാൻ അൽബോൺ സെൻട്രൽ സ്കൂളിലെ ടീച്ചറുടെ ഒക്കെയാണ്. അതുപോലെ എനിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവരും കഴിയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എന്റെ പേര് മുരളി. KSRTCയുടെ ചാലക്കുടി ട്രിപ്പിലെ സ്ഥിരമായിട്ട് പോകുന്നത് 10-11 ട്രിപ്പ് പോയിട്ടുണ്ട്. തൃശ്ശൂര് ആദ്യമായിട്ടാണ് പോണത്. അപ്പൊ എല്ലാ ട്രിപ്പിലും ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുക. എല്ലാവരും ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കരുത്, ഒന്ന് ലൂസാകുക. ഇത് ട്രിപ്പാണ്, അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യണം. അവാർഡ് സിനിമയിലെ കഥാപാത്രങ്ങളെ മാതിരി എല്ലാവരും മിണ്ടാതിരിക്കരുത്. ഞങ്ങള് കുറച്ച് പേര് ഇപ്പൊ ബാക്കി ആരും ഓക്കെ. എല്ലാവർക്കും ഈ ട്രിപ്പ് അടിപൊളിയായി ആവണമെന്ന് ആശംസിക്കുന്നു. അയ്യോ, അവളെന്റെ പാട്ട് പാട്ടേറ്റ് പാടി കേട്ട് അവളെന്റെ മോള് പാട്ടേറ്റ് പാടി അത് കേട്ട് ഞാനും മറന്നു പാടും. അങ്ങനെ നമ്മളിപ്പം എവിടെ എത്തി നമ്മളിപ്പോൾ ലൈവ് ചോക്ലേറ്റ്. യെസ്, അതന്നെ കേരളത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് സ്പൈസസിൻ്റെ എന്തോ സംഭവമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പം കുറേ ഷോപ്സ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, സാരീസ്, ഡ്രസ്സ്, അങ്ങനെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാം. അതല്ല, അവിടെ താഴെ ബാത്റൂം സെക്ഷനാണ്. അപ്പോൾ അങ്ങനെ നമുക്കിനി താഴോട്ട് പോകാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. ഓക്കെ. കേരള ഫാം ബിഗ്ഗസ്റ്റ് സ്പൈസ് ഗാർഡൻ ഇൻ കേരള ഞങ്ങളുടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഫുള്ള് ഷോപ്പാണ്. ചോക്ലേറ്റ്, ടീ, അതുപോലെ നമ്മുടെ സ്പൈസസ് എല്ലാം, പിന്നെ സാരീസ്, ലൈവ് ചോക്ലേറ്റ്സ്, ചിപ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബേബിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടിപൊളി അടിപൊളി അടിപൊളി. അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാർ എത്തിക്കഴിഞ്ഞു. മൂന്നാർ നമ്മൾ മൂന്നാറിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സൈഡ് പോർഷനിലെ വ്യൂ ആണ് ഈ കാണുന്നത്. ശരിക്കും നമ്മൾ ഈ കഥയിലൊക്കെ വർണ്ണിക്കുന്ന പോലെ പച്ച പുതച്ച് കിടക്കുന്ന മൈതാനങ്ങൾ, അല്ലെങ്കിൽ പച്ച പുതച്ച മലനിരകൾ എന്നൊക്കെ പറയുന്ന പോലെ എന്ത് ഭംഗിയായിട്ടാണെന്ന് പറയുക. അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പും, അതിൻ്റെ കൂടെ ചെറിയ വെയിലും, ഒരു പ്രത്യേക ക്ലൈമറ്റും, നല്ല കണ്ണിന് കുളിർമയേകുന്ന പോലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടിപൊളി വൈബ്.
മൂന്നാർ തേയിലത്തോട്ടം എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. പക്ഷേ അതിലും അപ്പുറമായിരുന്നു കേട്ടോ. എത്ര മണിക്കൂർ യാത്ര ചെയ്തിട്ടും മലനിരകൾക്കും തേയിലയ്ക്കും ഒന്നും ഒരു കുറവുമില്ല. ഫുള്ള് ഇവരുടെ കൃഷി ഈ തേയില മാത്രമാണെന്ന് തോന്നിപ്പോവും. അതുപോലെ തന്നെ ടീ ഷോപ്പ്, അതല്ല ഈ തേയില തന്നെ വിൽക്കുന്ന ഷോപ്പുകൾ, അങ്ങനെ പല ടൈപ്പ് ഇത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ റോഡരികിലെല്ലാം ഷോപ്പാണ്. അതുപോലെ പുതിയ പുതിയ സ്ഥലത്ത് പുതിയ നമ്മുടെ തേയിലയുടെ തൈ നട്ടേക്കുന്നതാണെങ്കിലും അതിൻ്റെ വളർച്ച, അതിൻ്റെ പല പല രീതിയിൽ അവർ അതിൻ്റേതായ രീതി ഓർഡറിൽ തന്നെ അവർ നട്ട് വളർത്തുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം ഒരുപാട് ട്രാവൽ ടൂറിസത്തിൽ നിന്ന് ആൾക്കാരും കാര്യങ്ങളും ഫോട്ടോ എടുപ്പും അതുപോലെ സൈറ്റ് സീയിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടെ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാം. നോക്കി ശരിക്കും ഒരു ഒട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന ഒരു ട്രിപ്പാണെങ്കിൽ പോലും ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഇത്രയും പച്ച കളറിൽ, ഇത്രയും ഓർഡറിൽ, നല്ല തണുപ്പും ഫീലും. ശരിക്കും ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് പോകണം കേട്ടോ. KSRTC ഏത് മാർഗ്ഗത്തിലായാലും മൂന്നാർ എന്തായാലും ഡെഫിനറ്റ്ലി ഒരു തവണ പോയി കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു പോയിന്റിൽ ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാറൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നാറിനുള്ളിടന്ന് എനിക്കൊന്ന് വട്ടവട എത്തിയോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ എന്തായാലും മാട്ടുപ്പെട്ടി ഡാമിലാണ് നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്. മൂന്നാർ നമ്മൾ ഇവിടെ പൂപ്പൊലിയൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ വഴി നമ്മൾ കണ്ടുപോയി. അതുപോലെ ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് നമുക്കും. അതുപോലെ വരുന്ന വഴിക്ക് ഒരുപാട് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ ഒക്കെ അവർ ഓരോ ഹോംലി ആയിട്ടുള്ളവരൊക്കെ അതൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ അത് വിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. എന്തായാലും എനിക്കും ക്യാരറ്റ് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടിയാൽ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. എന്തായാലും ഹോപ്പ്ഫുള്ളി നോക്കാം. നമുക്കും കിട്ടിയാൽ, ഇതുവരെ നമ്മളങ്ങനെ ഡയറക്റ്റ് ക്യാരറ്റൊന്നും കിട്ടുന്നതൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പം അത് കഴിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് വളരെ നന്നായി കുറച്ച് മേടിച്ചുകൊണ്ട് പോകാം. പിന്നെ തേയില എന്തായാലും ഹോപ്പ്ഫുള്ളി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലോട്ടാണ്. അപ്പോൾ ഇനി ഡാമിലേക്ക് പോവാം. കിട്ടി നല്ല ചൂട് സ്വീറ്റ് കോൺ, കൈയൊക്കെ വെന്ത് പോയി. ഇനി സ്വീറ്റ് കോണിൽ നിന്ന് നമുക്ക് ഡാം കാണാൻ പോവാം. ഇതാണ് ഡാം. തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ തന്നെ വെയിലുണ്ട്. എല്ലാവരും ഡാം കാണുന്നു, ഇറങ്ങുന്നു. ഇവിടെ വലിയ സംഭവമൊന്നുമില്ല. നമ്മളിത് കണ്ട് ഇറങ്ങി നടന്ന് അങ്ങ് പോകണം. നമ്മുടെ വണ്ടി അപ്പോഴത്തേക്ക് അവിടോട്ട് വരും. ഓക്കെ, ബാക്കി തിന്നട്ടെ. ബൈ. അടുത്ത പോയിന്റിലെത്തി. എക്കോ വ്യൂ പോയിന്റിലാണ് വന്നിരിക്കുന്നത്. തടാകമാണ്, പച്ച കളർ തടാകം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാണെന്ന് തോന്നുന്നു. നമ്മളിതുവരെ വട്ടവട എത്തിയില്ല കേട്ടോ. നമ്മളിനി വട്ടവടയിലേക്ക് എത്താൻ പോകുന്നത്. ഇത് മൂന്നാറാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മൂന്നാറിലും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുള്ള ടൈമില്ല, കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. പിന്നെ മൂന്നാറിൽ തണുപ്പ്, വെയിലുണ്ട്, പക്ഷെ ഒരു തണുത്ത കാലാവസ്ഥയാണ്. ഭയങ്കര വെയിലുമില്ല. പക്ഷെ എന്നാൽ നമ്മൾ ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നു -ഡിഗ്രി ആണെന്നൊക്കെ. പക്ഷെ അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ഈ സമയം ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 11:45 ടൈം. എന്തായാലും നമ്മൾ വ്യൂ പോയിന്റിലേക്ക് പോവാം. നമ്മളല്ലാതെ തന്നെ ഇവിടെ ഒരുപാട് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഹായ്. ഓക്കെ, എന്ത് ഭംഗിയാണ്. പച്ചക്കളർ ഞാൻ പറഞ്ഞില്ലേ, പച്ചക്കളർ വെള്ളം. ഇതായിരിക്കും പച്ചവെള്ളം. കയാക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. കയാക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇതിലത് ടൈമില്ല, നമ്മുടെ പാക്കേജിലും ഇല്ല. നോക്കിയേ, നല്ല കാറ്റുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. എല്ലാവരും കേൾക്കോളൂ. അപ്പോൾ ഞങ്ങളുടെ പുതിയ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് നോക്കൂ, എല്ലാവരും നോക്കിക്കോളൂ. അതെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ കേട്ടോ. ഓക്കെ. മഞ്ഞ് ഗായ്സ്, മഞ്ഞ് നട്ടുച്ചയ്ക്ക് മഞ്ഞ് കേട്ടോ. കിട്ടില്ല മഞ്ഞ്. കോട ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾക്ക് ഏകദേശം വട്ടവട എത്താറായി. അങ്ങനെ നമുക്ക് ചുറ്റും നല്ലതുപോലെ കോട ഇറങ്ങി തുടങ്ങി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെ നല്ല വണ്ടിക്ക് മുന്നോട്ട് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ തന്നെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ്. അങ്ങനെ നമ്മളിപ്പോൾ അടുത്ത ഒരു ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, മൊത്തം കോടയാണ്. മൊത്തം കോട കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, തണുപ്പുണ്ട്. ഇതാ അവിടെ ക്യാരറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ക്യാരറ്റ് മേടിച്ചാലോ?
എങ്ങനെയാ ക്യാരറ്റ് എങ്ങനെയാ വില? ഓക്കെ. അങ്ങനെ ഫ്രഷ് ക്യാരറ്റ് കിട്ടി. ക്യാരറ്റ് തിന്നു കോടാമഞ്ഞിൽ ഹോഹോയി പറഞ്ഞ് ഞങ്ങൾ പോകണം. കൊള്ളണോ മിസ്? ഹൗസ് ക്യാരറ്റ് ക്യാരറ്റാണോ? ഈ ഡ്രീം ക്യാച്ചസിനൊക്കെ 100 റുപ്പീസാണ്. അതല്ലാണ്ട് ഒരുപാട് ഷോപ്സ്, ഫുള്ള് ഷോപ്സ് ഉണ്ട്. ഫോണിലൊക്കെ ചാർജൊക്കെ കുറയുന്നുണ്ട്. സോ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ്. ഇനി ഇതെന്ന് പറയുന്നത് ഇവിടോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ നമ്മൾ ആ ടോപ്പിൽ കയറി കാണുക, നമുക്ക് ഇവിടെ എന്ത് വ്യൂ പോയിന്റിൽ കയറി കാണുക, ദെൻ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാം. ഹലോ അങ്ങനെ ഞങ്ങൾ അങ്ങ് അറ്റം വരെ പോയി എല്ലാം കണ്ട് നല്ല തണുപ്പത്ത് നമ്മളൊരു ഓംലെറ്റൊക്കെ കഴിച്ച് 50 രൂപ ഒരു ഓംലെറ്റ് 50 രൂപയുടെ ഒരു ഓംലെറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചിനി ബസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുതിര. അതെ, നമ്മളിപ്പോൾ പോവാണ്. ഓടിപ്പോയില്ലെങ്കിൽ നമ്മൾ ബസ് ഇട്ടിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ വേഗം ഓടിപ്പോവാണ് ഗൈസ്. ബൈ. ഫൈനലി വി റീച്ച്ഡ് വട്ടവട. നമ്മൾ വട്ടവടയിൽ എത്തിക്കഴിഞ്ഞു. ഇനി സൈറ്റ് സീയിങ് ആണോ എന്നറിയില്ല, ഫുഡാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ വട്ടവടയിൽ ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന പോലെ തന്നെ ഉണ്ട് കേട്ടോ. കൊള്ളാം. എൻ്റെ കൂടെ ഞങ്ങളുടെ ജീപ്പ് സവാരി ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഫുഡ് കഴിച്ചതെന്ന് പറയുന്നത് നമ്മൾ 3:30 ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ജീപ്പ് സവാരിയിൽ നമ്മളെല്ലാവരും കയറി. എല്ലാവരും ഒരു ഹായ് പറഞ്ഞോളൂ. ഹലോ അങ്ങനെ ഞങ്ങളെല്ലാവരും ജീപ്പിൽ കയറി. ഇനി ഇവിടെ നിന്ന് ഒരു ട്രക്കിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ട്രക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അന്ന് നമ്മളവിടെ പോയത് കൂർഗിൽ പോയപ്പോൾ ട്രക്കിംഗ് പോലെയാണോ, ഇതെങ്ങനെയുണ്ടാവും നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം. ഓക്കെ. അങ്ങനെ കോപ്പിറൈറ്റ് വരുന്നുള്ളത് കൊണ്ടാണ് പാട്ടൊക്കെ ഓഫ് ചെയ്തത്. പക്ഷേ ചേട്ടൻ്റെ വണ്ടി ഒരു രക്ഷയില്ല. ഡ്രൈവിങ് അതിൻ്റെക്കാട്ട് രക്ഷയില്ല. ഗില്ലിയിലെ പാട്ടൊക്കെ ഇട്ട് ചേട്ടൻ വിജയാണെന്നുള്ള ധാരണയിൽ വണ്ടിയൊക്കെ പറപ്പിച്ച് വിടുന്നുണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ ഫോണൊക്കെ കയ്യിൽ നിന്നൊക്കെ തെറിച്ച് പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ എന്തായാലും പറ്റുന്നത് പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാട്ടും ബഹളവും ചേട്ടൻ്റെ ഡ്രൈവിങ്ങും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് കുലുങ്ങി മറിഞ്ഞ് ഇളകി നടുവും പോയി. എന്തായാലും പക്ഷെ കിടിലം വൈബ് യാത്രയായിരുന്നു. രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. പറഞ്ഞാൽ കിടില ഒന്നും പറയാനില്ല. എൻ്റെ അമ്മച്ചി ആ ഒരു വീഡിയോ എടുത്ത് കുലുങ്ങി തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? അടിപൊളി. ചേട്ടൻ കൊള്ളാം. നല്ല പാട്ട്, അടിപൊളി സംഭവങ്ങൾ. ഇപ്പം നമ്മളടുത്ത ഏതോ നായാട്ട് സിനിമ ബുക്ക് ചെയ്ത സിനിമ എടുത്ത സ്പോട്ട് ഏതോ ആണിത്. അപ്പം ഞാൻ സിനിമ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എവിടെയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ ട്രക്കിങ്ങിൽ വളരെ ചില്ലിങ് ആണ്. പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതി, വേറൊന്നും കാണണ്ട. പെട്ടെന്ന് വണ്ടി കയറുക, എങ്ങോട്ടെങ്കിലും പോവുക. ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ട്രക്കിംഗ് അല്ലല്ലോ എന്താ പറയുന്നത്, ജീപ്പ് സഫാരി. ജീപ്പ് സഫാരി ഒരു രക്ഷയില്ല. വൈബ് അതിനോടാ ഫുൾ കോടമഞ്ഞി നോഹോയാണ് ഇവിടെ. അതെ ഫുള്ള് കോടയാണ്. നല്ല തണുപ്പുണ്ട്. അടിപൊളി വ്യൂ. എന്താ പറയാൻ വാക്കുകളില്ല. മേഘം ഇങ്ങനെ ഇറങ്ങുന്ന പോലെ കോട കോടയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു. ചേട്ടൻ റൈഡ് ചെയ്യുന്നത് അതിനെക്കാട്ടി അടിപൊളിയായിട്ട് മാസ്മരിയായി കൂടിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അടുത്ത സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. വെജ് ഫാം. നോക്കിയേ, കോളിഫ്ലവർ പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, പൊട്ടറ്റോ അങ്ങനെയൊക്കെ ഉണ്ട്. ഹായ്, നല്ല ഭംഗിയായിട്ട് ഫാം ചെയ്തിട്ടുണ്ട്. ബ്രോക്കോളി എല്ലാം ഉണ്ട് കേട്ടോ. ഇതെന്താ? അങ്ങനെ എൻ്റെ മേലോട്ടെല്ലാം അവർ ഫാം ആക്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാരറ്റ് ഉണ്ട്. ഇതവിടെ ക്യാരറ്റ് കാണാം. ക്യാരറ്റ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഓൺ സ്പോട്ടിൽ ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് എടുത്ത് തരാണ്. ക്യുക്കുംബർ, ബീൻസ്, ഇത് ഫുൾ കൂടുതൽ കോളിഫ്ലവർ, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ബ്രോക്കോളി,
ആ ഏരിയയിലും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി, ഇവിടെ ഉള്ള സാധനത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി കഴിക്കാനായിട്ടുള്ള ഫുഡ് കോർട്ട് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും, നമുക്കിവിടെ സിംപ്ലി ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാനും ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എന്തൊക്കെയോ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് കൈൻഡ് ഓഫ് ഇതിന് മേലെ നമുക്ക് കയറി ഫോട്ടോ എടുക്കാം. നല്ല തണുപ്പായി തുടങ്ങിയെന്നല്ല, കുറേ നേരം നല്ല കോട ഇറങ്ങി വരുന്നുണ്ട് സന്ധ്യ ആവും തോറും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. ഇനി ഇതിന് ശേഷം നമ്മളിനി പോകുന്നത് അടുത്ത വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു. വാട്ടർഫാൾ കാണാനായിരിക്കും അടുത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് മേലെ കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം അല്ലേ? ഓക്കെ. ഓരോ വടികൾ വെച്ചിട്ടുണ്ട്. കിസ്മിയോ? യെസ്. കുറച്ച് റിസ്ക്കിയാണ് നമ്മൾ ഇതിനകത്ത് കാലൊക്കെ വെക്കാൻ. ഓക്കെ. ഓ ദേവേ. ഇവിടെന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാണോ വാട്ടർഫാൾ? ഇതാണോ വാട്ടർഫാൾസ്? അയ്യോ, സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കണം വാട്ടർഫാളിനെ. നമ്മുടെ പ്രിൻസിപ്പൾ, നമ്മുടെ ചേച്ചിമാർ, അതെ അതെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും വലിഞ്ഞ് കയറി ഇനി മിക്കറുന്നത് പൊത്ത് താഴെ പോലെ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഹണി മ്യൂസിയം ആണ്. ഹണി മ്യൂസിയത്തിലാണ് നമ്മൾ അടുത്ത് എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഹണി മ്യൂസിയത്തിൻ്റെ കൂടെ തന്നെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഈ സ്ട്രോബെറി ഫീൽഡ് വരുന്നത്. എന്താ നോക്കിയേ, ഇവിടെ നമുക്ക് പറിച്ച് തിന്നാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമുക്കിങ്ങനെ കാണാം, ഫ്രീ ആയിട്ട് കാണാം. ഇവിടെ സ്ട്രോബെറി ഉണ്ട്, ഫ്രണ്ടിൽ നമുക്ക് ഹണി മ്യൂസിയം ഉണ്ട്. എല്ലാം ഹണിയുടെ ടൈപ്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഹണി മ്യൂസിയത്തിൽ നമ്മൾ 50 രൂപ പേ ചെയ്തിട്ട് വേണം കയറാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന സ്ഥലമുണ്ട്. പിന്നെ ഐ ലവ് വട്ടവട്ടയുടെ അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് സ്ട്രോബെറി വാങ്ങാനുള്ളൊരു ഏരിയ. ഇതാ അവിടെ ഒരു ഏരിയ സ്ട്രോബെറി വാങ്ങാനുള്ളതുണ്ട്. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കിലോയ്ക്ക് 600 സംതിങ് അങ്ങനെയാണ് റേറ്റ് വരുന്നത്. വിലയിൽ ചേഞ്ചൊന്നുമില്ല, പക്ഷേ നാച്ചുറലായിരിക്കും, പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാതെ, കെമിക്കലൊന്നും ഇല്ലാത്ത സ്ട്രോബെറി ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ഇവിടുന്ന് കിട്ടും. അത്രയുള്ള വ്യത്യാസം. റേറ്റിലും കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസം. സ്ട്രോബെറി പാടം. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ എൻഡ് ഓഫ് ദ പാർട്ടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം. ഈവനിങ് സ്നാക്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം, കേക്കും കോഫിയും. ഇതോടുകൂടി നമ്മുടെ ഇവിടുത്തെ കറക്കവും കാര്യങ്ങളും വട്ടവട എല്ലാം കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ ബസ്സിൽ കയറുന്നു. നമ്മൾ നേരെ തൃശ്ശൂർക്ക് പോകണം. തൃശ്ശൂർക്ക് പിന്നെ നമ്മൾ നമ്മുടെ കാട്ടൂർക്ക് പോകണം. ഇത് തന്നെയാണ് ചാർട്ട് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചായയും ഒക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. ബൈ. അങ്ങനെ നമ്മൾ ഫൈനലി 2 മണിക്ക് കറക്റ്റ് 2 മണിയായപ്പോൾ തന്നെ നമ്മൾ KSRTC സ്റ്റാൻഡിലെത്തി. നമ്മൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പായി. ഇനി നമുക്ക് ബസ്സുള്ളത് ഇവിടെ നിന്ന് 5 മണിക്കാണ് ഇനി ഇവിടെ നിന്ന് ബസ്സുള്ളത്. നമ്മൾ അതുവരെ നമ്മളിവിടെ ഇപ്പോൾ തന്നെ 3-3:30 ആയി സമയം. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ബസ്സിൽ കിടന്ന് നല്ലതുപോലെ ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടയേർഡും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് 5 മണിക്ക് ഫസ്റ്റ് ബസ്സിന് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. അപ്പം അടിപൊളി യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ കംഫർട്ടായിട്ട് വളരെ എൻജോയബിളായിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെ പ്രായത്തിലുള്ളവരൊന്നുമില്ല. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് ഏജ് ഒരു മാറ്ററേ അല്ല എന്നുള്ള ഒരു കാര്യം നമുക്കിതിനകത്ത് മനസ്സിലാക്കാം. അടിപൊളി യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് പുതിയ ആൾക്കാർ പഴയ ആൾക്കാരൊന്നുമില്ല. എല്ലാവരും പെട്ടെന്നൊരു ഫാമിലിയായി. അതുപോലെ നമ്മുടെ അടുത്ത് വരണം നമ്മുടെ കോർഡിനേറ്റർ രാജേഷ് ചേട്ടൻ ഇപ്പോൾ കൂടെ വിളിച്ചിട്ട് നമുക്ക് ബസ്സായോ വണ്ടിയായോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരാളെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ ഒരു കോഴിക്കോടുകാരൻ അടിപൊളി ഒരു ചേട്ടൻ. അവരാണെങ്കിലും നമുക്ക് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്നിച്ച് നിന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് എല്ലാ സ്പോട്ടും കവർ ചെയ്തു. ഒരു ലാഗോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ എന്തായാലും നമ്മുടെ പരിപാടി അങ്ങനെ നമ്മുടെ KSRTC ഫസ്റ്റ് എക്സ്പീരിയൻസ് KSRTCയിൽ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൺക്ലൂഷൻ ഈസ് ആർക്കെങ്കിലും പോകാൻ ഏജ് ഒരു മാറ്ററേ അല്ല. ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 10-40 പേരെ വിളിച്ച് ടൂറിസ്റ്റ് ബസ്സിനൊന്നും ആവശ്യമില്ല. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ നിങ്ങളുടെ പർട്ടിക്കുലറായിട്ടുള്ള KSRTC സ്റ്റാൻഡ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് പോയിട്ട് വരാവുന്ന ഒരു യാത്ര തന്നെയാണ് KSRTC നമ്മുടെ ഉല്ലാസ യാത്ര എന്ന് പറയുന്നത്. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പേഴ്സണൽ നമ്പറും അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പോകാൻ താല്പര്യമുള്ളവർ പോകാൻ റിയലി എൻജോയബിൾ ആണ്. So, thank you for watching. Signing off, Preeti. Bye bye. Principal, bye bye.